സ്റ്റുഡൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു. പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടികളുടെ ലീഗൽ ഒബ്ലിഗേഷൻ രണ്ടാളും ഫുൾഫിൽ ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞത്. അത് നമ്മളന്ന് ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും പഠിച്ചിരുന്നു. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസിനെ മറ്റൊരു പേരായിരുന്നു പറഞ്ഞിരുന്നത് വാലിഡ് ടെൻഡർ. അപ്പോൾ ഒരു വാലിഡ് ടെൻഡറിൻ്റെ എസെൻഷ്യൽസ് എന്തെല്ലാമാണ് നോക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്. തേർഡ് വൺ, ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഗിവൺ ടു ഇൻസ്പെക്ട് ദ ഗുഡ്സ് ആൻഡ് ദ ഗുഡ്സ് ഓഫേർഡ് മസ്റ്റ് ബി ഐഡൻറ്റിക്കൽ വിത്ത് സാമ്പിൾ. The person tendering should be ability to perform the promise. The tender must be whole, not of the part. Tender must be in the proper form. It must be made at a proper person. ഇവിടെ നമുക്ക് ആദ്യം ടെൻഡർ എന്ന് പറയാം. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളും പെർഫോം ചെയ്യുന്നതിന് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയാം. പക്ഷെ എന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്ടേഴ്സിൽ നിന്നെല്ലാം ടെൻഡർ ക്ഷണിക്കും. അപ്പോൾ ഒരു 5 കോൺട്രാക്ടേഴ്സ് ടെൻഡർ എഴുതി കൊടുക്കും. ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾ നിർമ്മിച്ച് തരാം ഇത്ര രൂപയ്ക്ക് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുകയാണ്, ഒരു ശ്രമം നടത്തുകയാണ് ടെൻഡർ കിട്ടാൻ. എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. ആ 5 എണ്ണത്തിൽ ഒരാൾക്കായിരിക്കും കിട്ടുക ഗവൺമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതായിരിക്കും ശരിക്കും. ബാക്കിയുള്ള 4 ആളുകൾ എന്താ ചെയ്തിട്ടുള്ളത്? അറ്റംപ്റ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പം ഇനി അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എസെൻഷ്യൽസ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്നാമതായിരിക്കണം അൺകണ്ടീഷണൽ ആയിരിക്കണം. ഇവരൊരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. രണ്ടാമത് ഗവൺമെൻറ് പറയും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നിങ്ങളിൽ നിന്ന് ടെൻഡർ കിട്ടണമെന്ന്. അതാണ് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർ ടൈം ആൻഡ് പ്രോപ്പർ പ്ലേസ്. അത് ആ ടെൻഡർ നമ്മൾ കൊടുക്കേണ്ട കൃത്യ സ്ഥലത്ത് തന്നെ കൊടുക്കണം. പിന്നെ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഗിവൺ ടു ഇൻസ്പെക്ട് ദ ഗുഡ്സ്. അതുപോലെ തന്നെ നമ്മൾ റോഡിൻ്റെ ഒരു ടെൻഡറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത റോഡ് വർക്കുകളും മറ്റതൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കണം. പിന്നെ പറയുന്നത് പേഴ്സൺ ടെൻഡറിങ് ഷുഡ് ബി എബിലിറ്റി ടു പെർഫോം ദ പ്രോമിസ്. അങ്ങനെ നമുക്ക് ടെൻഡർ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ടെൻഡർ മസ്റ്റ് ബി ഹോൾ, നോട്ട് ഓഫ് ദ പാർട്ട്. 5 കിലോമീറ്ററാണ് റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, 5 കിലോമീറ്റർ തന്നെ പറയണം. പിന്നെ ടെൻഡർ മസ്റ്റ് ബി ഇൻ ദ പ്രോപ്പർ ഫോം. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന അതേ ഫോമിലായിരിക്കണം എഴുതേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ പ്രോപ്പർ പേഴ്സൺ. ഇത് കൃത്യമായിട്ട് ആരാണോ നമ്മളുടെ ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കണം. നത്തിങ്. വളരെ സിമ്പിളാണ് ടെൻഡർ എന്ന് പറയുന്നത്. നമ്മൾ ജോബിൻ്റെ ഇൻ്റർവ്യൂ ഏകദേശം ഇതുപോലെ തന്നെയാണ്. നോക്കുക, അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസ് നീഡ് എ കോൺട്രാക്ട് നോട്ട് ടു ബി പെർഫോംഡ്. ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾക്കൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, അതാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് വെൻ ഇറ്റ്സ് പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ. ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആകുമ്പോൾ. എങ്ങനെ ഇമ്പോസിബിൾ ആകുക? ചിലപ്പോൾ ലീഗലി ആകാം, അല്ലെങ്കിൽ ഫിസിക്കലി ആവാം. ഓക്കെ, ഉദാഹരണത്തിന് ഇനി ഇതെന്നല്ലാത്ത ഫിസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരണം. പക്ഷേ ഇപ്പോൾ കൊറോണൻ്റെ പ്രശ്നമായതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും തടസ്സം നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോസിബിളാണ്, പെർഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോഴും ഇതേപോലെ സംഭവിക്കും. രണ്ടാമത് പറയുന്നത് വെൻ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് എഗ്രി ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്ട് ഫോർ ഇറ്റ്. ചില കോൺട്രാക്റ്റുകൾ ഓൾറെഡി നിലവിലുള്ള കോൺട്രാക്റ്റിന് പകരം ഒരു പുതിയ കോൺട്രാക്റ്റ് 2 പാർട്ടീസും എഗ്രി ചെയ്തിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ പഴയ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യും. പിന്നെ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നത് വെൻ ദ പ്രോമിസി റിലീസ് ഫ്രം ഇറ്റ്സ് ഒബ്ലിഗേഷൻ ഓർ എക്സ്ക്യൂസ് ഫോർ ഇറ്റ്സ്. ചിലപ്പോൾ പ്രോമിസി എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു, നിങ്ങളുടെ ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് പ്രോമിസർ പറയാണ് പ്രോമിസിയോട് ആ ഓഫർ ഞാൻ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട, പെർഫോം ചെയ്യേണ്ട. പിന്നെ പറയുന്നത് വെൻ എ
voidable contract is set aside. ചില voidable contract എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ചിലപ്പോൾ വോയിഡ് ആകാൻ സാധ്യത ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ആളെ ബിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചു ഒരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാൻ. പെർഫോം ചെയ്യുന്ന ടൈം എത്തിയപ്പോൾ ബി പറഞ്ഞു എൻ്റെ പെർമിഷൻ മേടിച്ചത്, എൻ്റെ കൺസെൻറ്റ് മേടിച്ചത് എന്നെ കൊയേഷൻ മൂല്യമാണ്, അല്ലെങ്കിൽ അണ്ടർ ഇൻഫ്ലുവൻസ് ആണ്, മിസ്റെപ്രസെൻറ്റേഷൻ ആണ്, മിസ്റ്റേക്ക് ആണ്. ഇതിലേതിലൊന്നാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയില്ലേ. അപ്പോൾ പിന്നെ പെർഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ കോടതിയിൽ പോയിട്ട് കോടതിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ പറയുന്നത് വേർ ദ ഫെയിലിയർ ഓഫ് ദ പെർഫോമൻസ് ഹാസ് ബീൻ കോസ്ഡ് ബൈ ദ പ്രോമിസീസ് നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസൽ. ചില സമയത്ത് ഇതേപോലെ തന്നെ കോൺട്രാക്റ്റ് ഫെയിലിയർ ആവും, നമ്മുടെ പ്രോമിസി റെഫ്യൂസ് ചെയ്യുക, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിരസിക്കുകയാണ്. ലാസ്റ്റ് വൺ, വെൻ കോൺട്രാക്ട് ബിക്കംസ് ഇല്ലീഗൽ. കോൺട്രാക്റ്റ് ഇല്ലീഗൽ ആകുമ്പോൾ, നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ലീഗലായിരുന്നു, പിന്നീട് പുതിയ നിയമം വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് നിയമത്തിനെതിരാണ്, അപ്പോൾ അത് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യം. ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്. ദ ഫോളോവിങ് ആർ ദ റൂൾസ് ആർ അപ്ലിക്കബിൾ റിഗാർഡിംഗ് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഇപ്പോൾ ടൈമും പ്ലേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഏത് സമയത്ത് ഏത് സ്ഥലത്ത് വെച്ചാണ് നമ്മളൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നത്. അത് ഇവിടെ പറയുന്നത് വേർ ടൈം ഈസ് നോട്ട് ഫിക്സ്ഡ്. ടൈം ഫിക്സ് ചെയ്യാത്തതാണെങ്കിൽ വേർ ദ കോൺട്രാക്ട് ഇസ് ടു ബി പെർഫോംഡ് വിത്തൗട്ട് എനി ഡിമാൻഡ് ബൈ ദ പ്രോമിസി ആൻഡ് വേർ ദ no time for the performance is fixed, then contract must be performed in a reasonable time. ഒരു കോൺട്രാക്റ്റിൽ ടൈം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു റീസണബിൾ ടൈമിലാണ് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ടത്. റീസണബിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ബിസിനസ് അവേഴ്സ് എന്ന് പറയും. അതായത് 9:30 മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ 5 മണി വരെ ഈ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. ഇനി പറയുന്നത് വേർ ടൈം ഈസ് ഫിക്സ്ഡ്. ടൈം ഫിക്സ്ഡ് ആണെങ്കിൽ when a promise to be performed on a certain day and a promisor has undertaken to perform it without application by the promisee, the promisor may perform it at any time during the usual hours of business on such a day and at the place at which the promisee ought it to be performed. അയാൾ രണ്ടാമത് പറഞ്ഞത് വേർ ടൈം ഈസ് ഫിക്സ്ഡ്. ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണ് പ്രോമിസി പറഞ്ഞത് ആ സമയത്ത് എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. പിന്നെ പറയുന്നത് പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്. ഇഫ് ദ കോൺട്രാക്ട് മെൻഷൻ എ പ്ലേസ്, കോൺട്രാക്റ്റിൽ ഒരു പ്ലേസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ കോൺട്രാക്ട് മസ്റ്റ് ബി പെർഫോംഡ് അറ്റ് ദ പ്ലേസ് മെൻഷൻഡ് ഇൻ ദാറ്റ് കോൺട്രാക്റ്റ്. ഏത് സ്ഥലത്താണോ പറഞ്ഞത് ആ കോൺട്രാക്റ്റിൽ ആ സ്ഥലത്ത് നമ്മൾ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം. ഇഫ് നോ പ്ലേസ് ഈസ് മെൻഷൻഡ്, സ്ഥലം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ദ പ്രോമിസർ മസ്റ്റ് ആസ്ക് ദ പ്രോമിസി, പ്രോമിസിയോട് ചോദിക്കണം ടു ഫിക്സ് എ റീസണബിൾ പ്ലേസ് ടു പെർഫോം ദ കോൺട്രാക്റ്റ്. അപ്പോൾ സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോമിസിയോട് ചോദിച്ചിട്ട് പ്രോമിസർ ആ സ്ഥലത്ത് പെർഫോം ചെയ്യാം. പിന്നെ പറയുന്നത് പെർഫോമൻസ് ഓഫ് എനി പ്രോമിസസ്. ഏതൊരു കോൺട്രാക്റ്റിനെയും പെർഫോമൻസ് മേ ബി മെയ്ഡ് ഇൻ എനി മാനർ, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓർ അറ്റ് എനി ടൈം വിച്ച് ദ പ്രോമിസർ പ്രിസ്ക്രൈബ് ഓർ സാങ്ഷൻസ്. ഇവർ രണ്ടാളും പറഞ്ഞ ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സെക്ഷൻ 15 പറയുന്നത്. ഇനി പറയുന്ന പെർഫോമൻസ് ഓഫ് ജോയിന്റ് പ്രോമിസ്. എന്താണ് ജോയിന്റ് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ 2 or more ഇൻഡിവിജ്വൽ ആർ ബോണ്ട് ടു പെർഫോം എ കോൺട്രാക്ട് ടുഗദർ ഇറ്റ് ഈസ് കോൾഡ് എ ജോയിന്റ് പ്രോമിസ്. 1-2 ആളുകൾ ഒരുമിച്ച് പെർഫോം ചെയ്യേണ്ട കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ജോയിന്റ് പെർഫോമൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ജോയിന്റ് പ്രോമിസ് എന്ന് പറയുക. ഒന്നോ അതിൽ അധികമോ ആളുകൾ പെർഫോം ചെയ്യേണ്ട ഒരു, ഒന്നോ അതിലധികമോ ആളുകൾ എന്ന് പറഞ്ഞത് ആ ഒന്നോ അതിലധികമോ ആളുകൾ ഒന്നുകിൽ പ്രോമിസർ ആകാം അല്ലെങ്കിൽ പ്രോമിസി ആകാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലം നമ്മൾ വാങ്ങുകയാണ്, ആ സ്ഥലം 3 ആളുടെ പേരിലാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആളാണ് വാങ്ങുന്നത്, ബിയും സിയും ഡിൻ്റെ പേരിലാണ് സ്ഥലം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോമിസറും പ്രോമിസി എന്നാണ് അല്ലേ. അവർ ഇവിടെ പ്രോമിസർമാരുടെ എണ്ണം കൂടുതലാണല്ലേ. അപ്പോൾ 3 ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യേണ്ടി വരും, പ്രോമിസറസ് ഇടുന്നു. അപ്പോൾ അവർ 3 ആളും ജോയിൻ്റ്ലി പെർഫോം ദിയർ ഒബ്ലിഗേഷൻ. അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പെർഫോമൻസ് എന്ന് പറയുക. അപ്പോൾ ഈ കേസിൽ ചില റൂളുകളുണ്ട്, അതാണ് നമ്മളതിന് നോക്കുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ജോയിൻറ്റ് ലയബിലിറ്റിയാണ്. ജോയിൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോമിസർമാർ 3 എണ്ണമാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു സ്ഥലം നമ്മൾ വാങ്ങാൻ പോവുകയാണ്, ആ സ്ഥലത്തിന് 3 ഉടമസ്ഥരാണുള്ളത്. ആ സ്ഥലം 3 ഉടമസ്ഥരുടെ പേരിലാണ് സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ 3 ആളുകൾ നമ്മൾക്ക് ആധാരത്തിൽ ഒപ്പിട്ട് തരണം അല്ലേ. അപ്പം 3 ആളും
ഒരു ഒബ്ലിഗേഷൻ ചെയ്ത് തീർക്കണം. അതാണ് ജോയിൻറ്റ് ലയബിലിറ്റി എന്ന് അർത്ഥമാക്കുന്നത്. ഇനി ഇൻഡിവിജ്വൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സ്വത്തുക്കൾ 3 ഏക്കർ ഉണ്ടെന്ന് വിചാരിച്ചു. ഓരോ ഏക്കറേയും ഓരോ ആളെ കസ്റ്റഡിയിലാണ്, പക്ഷെ ഓണർഷിപ്പ് 3 ആളെ പേരിലാണ്. അപ്പോൾ ഈ ഓരോരോ ഏക്കർ ഉള്ള ആളുകളും അവരെന്ത് ചെയ്യണം, അത് നമ്മളെ പേരിക്ക് അതിൻ്റെ ആ റൈറ്റ്, അവർക്ക് കൊടുത്തുള്ള റൈറ്റ് നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്തു തരണം. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ ലയബിലിറ്റി. നമുക്ക് വെൻ 2 or more ജോയിൻറ്റ് പ്രോമിസസ് മേക്ക്, അത് വാങ്ങുന്നവൻ അറിയേണ്ട ശരിക്കും ആവശ്യമില്ല. അത് അവർ തമ്മിൽ 3 ആൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അത് എന്ത് ചെയ്യണം, നമ്മൾക്ക് റിലീസ് ചെയ്ത് തരണം, നമുക്ക് ശരിയാക്കി തരണം. അതാണ് ഇവിടെ പറയുന്നത്. വെൻ 2 or more joint promisor make the promise and there is no express contract contrary to it, okay, the both of them are individually liable to perform them. അവർ വ്യത്യസ്തമായി നമ്മൾക്ക് പെർഫോം ചെയ്ത് തരണം. Here the liability of the joint promisor is joint and several. അവർ 3 ആൾ ഒപ്പിടുന്നത് ഒരുമിച്ചായിരിക്കും, പക്ഷെ അവർക്ക് സെവറൽ ആയിട്ടുള്ള അധികാരം ചിലപ്പോൾ ആ പ്രോപ്പർട്ടിയിലുണ്ടായിരിക്കും 3 ആളുകൾക്ക്. അതും അവർ നമ്മൾക്ക് വ്യത്യസ്തമായി ആ 3 ഉടമസ്ഥന്മാർ നമ്മൾക്ക് ചെയ്തു തരണം. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ആണ്. റൈറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിൻ്റെ 3 ഉടമസ്ഥരുണ്ടെങ്കിൽ ആ 3 ഉടമസ്ഥരിൽ ഒരാളാണ് എല്ലാ ജോലിയും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ജോബ് ചെയ്യുകയാണില്ല, അയാളെ പാർട്ട് ക്ലിയർ ആണ്. ബാക്കിയുള്ള 2 പ്രോമിസറുടെ ജോലി കൂടിയും ഒരു പ്രോമിസർ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രോമിസർക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതിനുള്ള കോൺട്രിബ്യൂഷൻ കൂടിയും ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇവിടെ നോക്കുക, ദ ജോയിൻറ്റ് പ്രോമിസർ ഹാവ് joint and several liability when one of the joint promisor has been compelled to perform the entire promises. അയാൾ എല്ലാ ഒരാളാണ് ചെയ്യുന്നത്. he has a right to claim the contribution or share of other promises. അതർ പ്രോമിസറിന് കൂടി വാങ്ങാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഈ 3 പ്രോമിസർമാരെ മനസ്സിൽ വീണ്ടും വിചാരിക്കുക. ഈ പ്രോമിസർ ഒരാളെ അയാളെ ഡ്യൂട്ടിയിൽ നിന്ന് റിലീസാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരെ റിലീസാക്കി എന്നല്ല, ബാക്കിയുള്ള ആളുകൾ ഒഴിവാക്കിയ ആളത് കൂടി ചെയ്തെങ്ങാണ്ട് പ്രോമിസിക്ക് കൊടുക്കണമെന്നാണ് 3ാമത്തെ പോയിന്റ് പറയുന്നത്. ദ റിലീസ് ഓഫ് വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസർ അക്കോർഡിംഗ് ടു സെക്ഷൻ 44 ഓഫ് ദിസ് ആക്ട്, എ റിലീസ് ബൈ എ പ്രോമിസി ഓഫ് എനി ഓഫ് ദം ദ ജോയിൻറ്റ് പ്രോമിസർ ഡസ് നോട്ട് ഡിസ്ചാർജ് ദ അതർ ജോയിൻറ്റ് പ്രോമിസർ ഫ്രം ദ ലയബിലിറ്റി. ഒരാളെ അയാൾ ചെയ്യാതിരിക്കുമ്പോൾ ബാക്കി ഒരാളെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതിനർത്ഥം ബാക്കിയുള്ളവർക്ക് റിലീസ് ചെയ്യുക, മറ്റുള്ളവർ അയാളെ കൂടി ഡ്യൂട്ടിയും അവരുടെ ഡ്യൂട്ടി കൂടി ചെയ്യണം എന്നാണ് അർത്ഥം. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ 2 സെക്ഷൻ കൂടിയും പഠിക്കാനുണ്ട് നമ്മൾക്ക്. കോസി കോൺട്രാക്ട് നിങ്ങൾ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ റെസിപ്രോക്കൽ കൂടിയും പഠിച്ച ഏരിയ തീർന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മനസ്സിലായിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം കാണാം, എന്നിട്ട് ക്ലിയർ ആകുന്നില്ലെങ്കിൽ എന്നോട് ഒന്ന് ചോദിച്ചാൽ മതി വാട്സപ്പിൽ.